ഭർത്താവിന് അവിഹിതമുണ്ടെന്ന് അറിഞ്ഞ ഭാര്യ ഡിവോഴ്സിന് അപേക്ഷിക്കുന്നു. ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഭർത്താവിന്റെ വീട്ടുകാരും അകന്ന ബന്ധുക്കളും വന്ന് ഇവരുടെ വീട് കയ്യേറുന്നു, ഇവരെ ആക്രമിക്കുന്നു. അതായത് ഭാര്യക്കും മക്കൾക്കും അവിടെ ജീവിക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡാണ് സ്ഥലം. ഭാര്യയുടെ പേര് ശ്രീജ, ഭർത്താവിന്റെ പേര് സുനിൽ. ഇവർക്ക് 2 മക്കളാണുള്ളത്. ശ്രീജ എന്തോ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതോടെ ശ്രീജ വീടിന് പുറത്തായി. കാരണം വീടും ബിസിനസ്സും എല്ലാം ഭർത്താവിന്റെ പേരിലായിരുന്നു. പക്ഷെ വീട്ടിലൊന്നും പുറത്താക്കിയതിനെതിരെ ശ്രീജ കേസ് കൊടുത്തു. അങ്ങനെ കോടതി വിധി ശ്രീജക്ക് അനുകൂലമായി വന്നു. ശ്രീജക്കും മക്കൾക്കും ആ വീട്ടിൽ താമസിക്കാമെന്നാണ് കോടതി ഉത്തരവിട്ടത്. അങ്ങനെ ശ്രീജ മക്കളെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. അതോടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ശ്രീജയുടെ ഭർത്താവ് സുനിലും അയാളുടെ ബന്ധുക്കളും കൂടി ആ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ശ്രീജക്കും മക്കൾക്കും അവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. സുനിലിന്റെ അകന്ന ബന്ധത്തിലുള്ള ആളുകൾ പോലും വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രീജ എന്താക്കി, തന്റെ അവസ്ഥകൾ കാണിച്ചുകൊണ്ട് ഓരോ വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കാൻ തുടങ്ങി. ആ വീഡിയോകളിൽ പലതും വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. നമുക്ക് എന്തായാലും ചില വീഡിയോകളൊന്ന് കണ്ടുനോക്കാം. എന്തിയ സംഭവം അറിയില്ല. പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഇവർ ഒന്നരപ്പാടെ കരിയുന്നു. പോലീസുകാർ വരുമ്പോ കരിഞ്ഞിട്ടേറ്റ് എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നു പിള്ളറും ഇവരും അമ്മച്ചിയും. അത് കഴിഞ്ഞിട്ടേറ്റ് ഇവർ വേറെ തന്നെ തരത്തിൽ പെരുമാറുന്നത്. 2 സ്വഭാവം. ഞാൻ പോലീസുകാരോട് പറഞ്ഞത് ഞാൻ ഇത് എന്തെന്ന് നോക്കിയിട്ട് തീരുമാനിക്കും. ഞാനായിട്ടൊന്നും പറയുന്നില്ല, എങ്ങനെ നോക്കി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഫുഡ് ഞാനിപ്പോ അവിടുന്ന് മേൽപ്പറമ്പ് ഗോൾഡെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വെള്ളം എന്തെങ്കിലും കൊടുക്കണ്ടേ, പിള്ളേർ നേരത്തെ വന്നില്ലേ, അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ ആ കുട്ടി ചെയ്താണ്ടില്ലേ, ഭക്ഷണ പദാർത്ഥം ഒരേ തക്കാളീനെ എടുത്ത് കളഞ്ഞു. ഇതൊക്കെയാ. അതായത് ഭക്ഷണമാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഭക്ഷണമാക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടേറ്റ് അവർക്ക് എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും കറിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാരും കൂടിയിട്ട് അടുക്കളയിൽ കയറിയിട്ടേറ്റ് ഇവ ആ കുഞ്ഞു വരെ എടുത്ത് കളഞ്ഞത് കണ്ടില്ലേ. ഇതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയില്ലല്ലോ. ഇവരിപ്പോ പെങ്ങളും കൂടി വന്നിട്ടുണ്ട്, സുമ എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട്. എല്ലാരും കൂടിയിട്ടേറ്റുള്ള ഇതാ അനങ്ങുന്നില്ല. എല്ലാം അപ്പുറം തന്നെ ഉണ്ട്. അവിടെ മാറ്റാനൊരു വ്യത്യാസമല്ലല്ലോ. ഇത് നോക്കിയിട്ട് അടുക്കളയിൽ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കി കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇവർ താമസിക്കുന്ന വീട്ടിൽ പോലും ഭർത്താവിന്റെ അകന്ന ബന്ധുക്കൾ വന്ന് കൈയേറിയിരിക്കുകയാണ്. ശ്രീജയും മക്കളെയും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും പുകച്ച് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അവരെ മാക്സിമം എടങ്ങാറാക്കിയിട്ട് അവിടുന്ന് ഓടിക്കണം, അതാണ് ലക്ഷ്യം. ഈ വീട് ഭർത്താവായിട്ടുള്ള സുനിലിന്റെ പേരിലായതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ അവിടെ വിളിച്ച് കയറ്റാമെന്ന് തോന്നുന്നു. എന്തായാലും ഇവരുടെ കുടുംബ പ്രശ്നം എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തുകൊണ്ട് സുനിലും ശ്രീജയും പിരിഞ്ഞു എന്നതിന്റെ പൂർണ്ണമായ സത്യങ്ങളും നമുക്കറിയില്ല. സുനിലിന്റെ ഭാഗത്തുനിന്നും ശ്രീജയുടെ ഭാഗത്തുനിന്നും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യം കൂടി പറയാതെ വയ്യ, ആ വീട് ശ്രീജക്കും മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അവിടെ നിന്നും അവരെ അടിച്ചിറക്കാൻ വേണ്ടി ഇമാതിരി പരിപാടികൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതിനെതിരെ കേസ് കൊടുത്തിട്ട് പോലും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രീജ പറയുന്നത്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇതാണോ നീതി? ഒരു സ്ത്രീയുടെ പോരാട്ടത്തിന്റെ സത്യാവസ്ഥ. ഇതൊരു സാധാരണ കുടുംബ പ്രശ്നത്തിന്റെ കഥയല്ല. നീതി തേടി നിയമത്തെ വിശ്വസിച്ച ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുടെ കഥയാണ്. 2026 ജൂലൈ 20 എൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുമായി ഞാൻ ആദ്യം ബന്ധപ്പെട്ടു. എൻ്റെ വീട്ടിലും കുടുംബത്തിലും ഉണ്ടായിരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും ഞാൻ നേരിട്ടുന്ന ബുദ്ധിമുട്ടുകളും പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ അന്ന് എന്നോട് പറഞ്ഞത് ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. ഡിവോഴ്സ് കേസ് ഇതിനടക്കം കോടതിയിൽ പെൻഡിംഗ് ആണ്. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകമായി ഇടപെടാൻ കഴിയില്ല. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കോടതി മുഖേന മുന്നോട്ട് പോകണം. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ സാഹചര്യം വിശദീകരിച്ച് ഞാൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഡയറക്ട് പോലീസ് ചീഫ്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, വുമൺസ് സെൽ എന്നിവിടങ്ങളിലേക്ക് ഇമെയിൽ വഴി പരാതി നൽകി. തുടർന്ന് വുമൺസ് സെല്ലിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു. അവിടെ എന്നെയും എൻ്റെ ഭർത്താവ് സുനിലിനെയും ഒരുമിച്ച് വിളിച്ച് ഞങ്ങളുടെ ഭാഗങ്ങൾ കേട്ടു. ആ സമയത്ത് ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അദ്ദേഹത്തോട് അധികൃതർ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സൗകര്യം ഒരുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയ അധികൃതർക്ക് പോലും സാഹചര്യം എത്രത്തോളം ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് തിരികെ പോകരുതെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എന്നോട് നിർദ്ദേശിച്ചത്. ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു, നിയമത്തെ വിശ്വസിച്ചു, അധികൃതരെ വിശ്വസിച്ചു. എൻ്റെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഹയർ ഓഫീഷ്യൽസിനോടും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമസഹായം തേടണമെന്ന് അറിയിക്കാമെന്നും അതിൽ ഇമെയിലായി അറിയിക്കാമെന്നും പറഞ്ഞതിനു ശേഷമാണ് ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. അവിടെ നിന്നുള്ള നിർദ്ദേശവും ഇതേ രീതിയിലായിരുന്നു. അഡ്വക്കേറ്റിനെ കണ്ട് കോടതിയെ സമീപിക്കുക,
പ്രൊട്ടക്ഷൻ ഓർഡർ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിഹാരം തേടുക. ഈ നിർദ്ദേശങ്ങൾ വിശ്വസിച്ചാണ് ഞാൻ അഡ്വക്കേറ്റിനെ സമീപിച്ചത്. കോടതിയെ സമീപിച്ചു. ഏകദേശം 1 മാസത്തെ നിയമ നടപടികൾക്ക് ശേഷം എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചു. ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഞാൻ പ്രിന്റ് എടുത്ത് സുനിലിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും നേരിട്ട് കാണിച്ചു. അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ആ കോടതി ഉത്തരവ് കാണിച്ചു. അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കോടതി നൽകിയ സംരക്ഷണ ഉത്തരവിനെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. കോടതി ഉത്തരവിന്റെ പകർപ്പ് കണ്ടിട്ട് പോലും ഈ ആക്രമം ശരിയാണോ? എന്നാൽ അവിടെ ഞാൻ നേരിട്ടത് അതിനേക്കാൾ ഭീകരമായ സാഹചര്യമായിരുന്നു. എനിക്കും എൻ്റെ കുട്ടികൾക്കും അവിടെ സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. എന്നെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ഞാൻ ആരോപിക്കുന്നു. സ്ഥിതി നിയന്ത്രണാതീതമായപ്പോൾ ഞാൻ വീണ്ടും സഹായത്തിനായി ബന്ധപ്പെട്ടു. വുമൺ സെല്ലിലേക്ക് വിളിച്ചു, 112ലേക്ക് വിളിച്ചു, ബേക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസും മെഡിക്കൽ സഹായവും എത്താൻ വൈകുന്ന സാഹചര്യത്തിൽ എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ബന്ധുവായ സഹോദരനെ വിളിച്ചു. എൻ്റെ അഡ്വൈസറായ പ്രിയയും എന്നെ സംരക്ഷിക്കാനായി അവിടേക്കെത്തി. പക്ഷേ എന്നെ സംരക്ഷിക്കാനായി എത്തിയ എൻ്റെ സഹോദരനും പ്രിയയ്ക്കും നേരെയും ആക്രമണം ഉണ്ടായി. സത്യാവസ്ഥ സംഭവ സ്ഥലത്ത് നിന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടും അവരുടെ വീഴ്ചയായിട്ടും എങ്ങനെ ഇവർ പിന്നീട് കുറ്റക്കാരായി മാറി? ഒരു സ്ത്രീയെ ആക്രമിച്ച സംഭവമായി പോലും ഇതിനെ പരിഗണിക്കാതെ, അതിന്റെ ഗൗരവം പരിശോധിക്കാതെ അവർക്കെതിരെ തന്നെ പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. എന്റെ ചോദ്യം, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ തന്നെ കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? അവർ നേരിട്ട ആക്രമണം ഒരു പ്രശ്നമായി പോലും പരിഗണിക്കപ്പെടാത്തത് എന്തുകൊണ്ട്? ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് ഒരു പ്രശ്നമല്ല. ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് ആക്രമിച്ചാൽ അതൊരു ഫാമിലി ഇഷ്യൂ മാത്രമാണോ? ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ആക്രമിച്ചാലും അതിന് നിയമപരമായ ഗൗരവമില്ലേ? ഒരു കുട്ടിയെ പോലും ഈ സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായി പരിഗണിക്കേണ്ടതില്ലേ? പ്രായം എത്താത്ത ഒരു കുട്ടിയോട് ഒരു പെണ്ണിനെ തല്ലാൻ പറയുന്ന സുനിലും കുടുംബവും നീതി അർഹിക്കുന്നു? ഇവയെല്ലാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്റെ കൈവശം സംഭവത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. ഇതൊരു ചെറിയ വാക്കുതർക്കമോ കുടുംബ വഴക്കോ ആയിരുന്നില്ല. എന്നിട്ട് എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ കേസ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാൻ നിയമത്തെ വിശ്വസിക്കാമോ? ഞാൻ കോടതി ഉത്തരവ് കയ്യിലെടുത്തു വന്നു. അത് സുനിലിനെയും കുടുംബാംഗങ്ങളെയും കാണിച്ചു. അവിടെ എത്തിയ പോലീസിനെയും കാണിച്ചു. എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എനിക്കും എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്ക് നേരിടേണ്ടി വന്നത് ഇതാണെങ്കിൽ ഞാൻ ഇനി ആരെ വിശ്വസിക്കണം? ഞാൻ നിയമത്തെ വിശ്വസിച്ചു, പോലീസിനെ വിശ്വസിച്ചു, വനിതാ സെല്ലിനെ വിശ്വസിച്ചു, കോടതിയെ വിശ്വസിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റിനെ സമീപിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡർ നേടി. പക്ഷെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ ഒരു സ്ത്രീ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിലും വേദനാജനകമായ കാര്യം, ഇതുവരെ പരാതി സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടതിയെ സമീപിക്കണമെന്നും പറഞ്ഞ അതേ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്കെതിരായും എന്നെ സംരക്ഷിക്കാൻ എത്തിയ എന്റെ സഹോദരനും അഡ്വൈസർ പ്രിയയ്ക്കുമെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്റെ ചോദ്യം, ഇതാണോ നീതി? ഇതാണോ നിയമം? ഇതാണോ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം? നീതി തേടി മുന്നോട്ട് വന്ന ഞാൻ തന്നെ കുറ്റക്കാരിയാകുമ്പോൾ ഒരു സാധാരണ സ്ത്രീ ഇനി ആരെ വിശ്വസിക്കണം? എനിക്ക് പ്രതികാരം വേണ്ട, എനിക്ക് നീതി വേണം, എനിക്ക് സുരക്ഷ വേണം, എനിക്ക് കുട്ടികൾക്ക് സുരക്ഷ വേണം, എന്നെ സഹായിക്കാൻ എത്തിയവർക്കും നീതി വേണം. ഞാൻ ഒരു സ്ത്രീ മാത്രമല്ല, ഞാനൊരു അമ്മയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണം, അവർക്ക് വേണ്ടി ഞാൻ നിൽക്കണം, അവർക്ക് വേണ്ടി ഈ പോരാട്ടം തുടരേണ്ടതുണ്ട്. എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു പരിഹാരമല്ല. എൻ്റെ മക്കളെ വിട്ട് ഞാൻ പോകില്ല. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു സ്ത്രീ നീതി തേടി നിയമത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ അവൾക്ക് സംരക്ഷണം നൽകേണ്ടത് ആരാണ്? കോടതി ഉത്തരവുണ്ടായിട്ടും സംരക്ഷണം ലഭിക്കാത്ത ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം ആരുടേതാണ്? അവളെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ തന്നെ കേസ് വന്നാൽ അവൾ ഇനി ആരെ വിശ്വസിക്കണം? എന്റെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് തുടരും. കാരണം ഇത് എന്റെ മാത്രം പോരാട്ടമല്ല, നീതിക്കായി ശബ്ദമുയർത്തുന്ന ഓരോ സ്ത്രീയുടെയും പോരാട്ടമാണ്. ചോദ്യങ്ങൾ ഒരുപാട്, ഉത്തരങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. ഇതാണോ നീതി? ഇന്നലെ SP ഓഫീസിൽ പോയ സമയത്ത് നീതി കിട്ടിയെന്ന് വിചാരിച്ചു. കുട്ടികളുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ നിമിഷം വരെ ഒന്നും നടന്നിട്ടില്ല. ഒരു നീതിയും കിട്ടിയിട്ടില്ല, ഒരു സംരക്ഷണവും കിട്ടിയിട്ടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആരിത് പറയും? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിയമപരമായ വലിയ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ശ്രീജ പറയുന്നത്. സംഭവം ശ്രീജക്കും മക്കൾക്കും ആ വീട്ടിൽ താമസിക്കാമെന്ന് കോടതി പറഞ്ഞു. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ ഇതൊരു കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അധികമൊന്നും ഇടപെട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നത് സുനിന്റെ പേരിലുള്ള വീടായതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ബന്ധുക്കളൊക്കെ അവിടെ കയറ്റി താമസിപ്പിക്കാൻ പറ്റും. അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ബന്ധുക്കളൊക്കെ ഉപയോഗിച്ച് സ്വന്തം ഭാര്യയും മറ്റുമൊക്കെ കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിച്ചു തരാൻ കഴിയില്ല. നിയമം ശക്തമായി തന്നെ ഇടപെടേണ്ടത് തന്നെയായിരുന്നു. എന്തായാലും അടുത്ത വീഡിയോ നോക്കാം. എന്നെ അറിയാത്ത എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഇന്നലെ എന്തായിരുന്നു പ്രശ്നമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിവോഴ്സാണ് പ്രശ്നം. പക്ഷെ നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് പ്രൊട്ടക്ഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തു.
ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയതെല്ലാം, അതായത് രാത്രി പകലാക്കി കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഓഫീസ് അടക്കം ആളെ പേരിൽ എഴുതി വെക്കേണ്ടി വന്നു. അതൊരു കുടുംബം എന്ന നിലയിലായിരുന്നു കാര്യങ്ങളൊക്കെയും ചെയ്തത്. അതിന് വേറൊരു വിള്ളൽ വരില്ല. എത്ര അനുഭവിച്ചാലും അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ആയിരുന്നു അത്. മക്കൾക്ക് അതായത് ഡിവോഴ്സായ അച്ഛനും അമ്മയും നിന്നും പറയുമ്പം എന്തായിരിക്കും സമൂഹം പറയാം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയി. അവസാനം ജീവിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിൽ എന്നെയും മക്കളെയും ജീവിക്കാൻ സമ്മതിക്കൂല, കൊല്ലുന്നു വരെ എത്തി. ആ സമയത്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ താൻ സമ്പാദിച്ചത് പോലും ഭർത്താവായിട്ടുള്ള സുനിലിന്റെ പേരിലാണ് എഴുതി കൊടുത്തതെന്നൊക്കെയാണ് ശ്രീജ പറയുന്നത്. അതെന്തിനായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിലായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെയും ഭർത്താവിന്റെയും പേരിൽ സംയുക്തമായി എഴുതണം. അല്ലാതെ എല്ലാം ഭർത്താവിന്റെ പേരിൽ മാത്രം എഴുതി വെച്ചതിന് യുക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല. രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമാണ്. അതിൽ എപ്പോൾ വേണമെങ്കിലും വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. ആ സമയത്താണ് ഈ സ്വത്തും സമ്പാദ്യവും ഒക്കെ പ്രശ്നമായി മാറുന്നത്. ഭയങ്കര സ്നേഹമാണ്, വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ പേരിൽ മാത്രം എഴുതി വെക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വത്തിന് പേരിൽ വമ്പൻ അടി നടക്കും. ഇതൊക്കെ പ്രാക്ടിക്കലായി ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡിവോഴ്സിന്റെ കേസ് തീരുന്ന സമയത്ത് സ്വത്തിന്റെ കാര്യം തീരുമാനമായിക്കോളൂ. സുനിലിന് അവിഹിതം ഉണ്ടെന്ന് ശ്രീജ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സിന് വിധി വരുമ്പോൾ സ്വത്തിന്റെ നല്ലൊരു ഭാഗം സുനിൽ ശ്രീജയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ കോടതിയിൽ കേസ് തെളിയുന്നത് പോലെ ഇരിക്കുമെന്ന് മാത്രം. എന്തായാലും അടുത്ത വീഡിയോ ഉണ്ടോ? ക്യാമറ ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് വയ്ക്കുക. ഹലോ, ഞാൻ ഉച്ചയ്ക്ക് ലൈവിൽ വരും എന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷേ എന്ത് വെച്ചെന്ന് പറഞ്ഞാൽ ലൈവോ വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല, ആ രീതിക്ക് പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ബേക്കൽ സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ടായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇവര് നമ്മൾ വരുന്ന സമയത്ത് തന്നെ പ്രീ പ്ലാൻ ആയിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇന്നലെ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട്. സ്റ്റാറ്റസ് അടക്കം ഇവരെ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇവരൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു പ്രായമായ അമ്മയും 2 കുട്ടികളെയും ഇവിടെ നിർത്തി. നേരത്തെ ബാക്കിൽ സ്റ്റേഷനിലും സുനിലിനെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് വരുന്ന സമയത്ത് ഇവർക്ക് വേണ്ട രീതിക്ക് കാര്യങ്ങൾ ആ ഒരു പ്രോമിസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നത്. പക്ഷെ വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്താ പറയാ, അവരെ അസ്ഥിരം പരിപാടി, ഒരു ഡ്രാമ തന്നെയാണ് ഇവിടെ നടക്കുന്നുള്ളത്. എന്തെന്ന് പറഞ്ഞാല് ഇൻ കേസ് 2 കുട്ടികളും ഒരു അമ്മയും പ്രായമായ അമ്മയും ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാ പോവുക കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഒരു എന്തോ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഇതുവരെ എല്ലാം ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടായിട്ടാണ് ഇവർ പോകുന്നുള്ളത്. എന്തോ സംതിങ് പോലീസ് വരാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായി വെയിറ്റ് ചെയ്യുന്നുള്ളത്. 112ലേക്ക് വിളിച്ചു, 181ലേക്ക് വിളിച്ചു. അവർ കണക്ട് ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ആരെങ്കിലും റിലേറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു പ്രശ്നമായി കഴിയാനാണോ വെയിറ്റ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനിടയിൽ ഈ വണ്ടിയുടെ ഒരു പ്രകോപനം ഇപ്പൊ കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ വണ്ടി സുനില് പാർക്കിങ്ങിൽ സ്പേസ് ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് വണ്ടി നീക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്, വണ്ടി വെക്കാൻ പറ്റാത്ത രീതിക്ക്. അപ്പൊ നോർമലി നമ്മൾ വെക്കുന്നത് പോലെ ഇതിന്റെ അടുത്തൊക്കെ നിയർ ആയിട്ടുള്ള അവരുടെ റിലേറ്റീവ്സിന്റെ, അതായത് കഴിഞ്ഞ ദിവസം അടി തരാനൊക്കെ വന്നില്ല, അവരുടെ റിലേറ്റീവ്സിന്റെ സ്ഥലം തന്നെയാണ് ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി വെച്ചു. ആ കൊണ്ടുപോയി വെച്ചതിന് അവരെ ലാസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിക്കുകയും ഒരു മോശമായ രീതിയിലും പെരുമാറിയ അവരുടെ അച്ഛന്റെ ജ്യേഷ്ഠം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരം ഒരു നമ്മളൊരു പ്രകോപനം നമുക്ക് സൃഷ്ടിക്കുന്ന രീതിക്കുള്ള വണ്ടി എടുക്കാൻ പറ്റിയില്ല, ഇപ്പൊ എടുക്കണം, ഗൾഫിൽ നിന്ന് അവരെ മകൻ സുരേഷ് വിളിച്ചിട്ടുണ്ട്, അത് ഇത്രയും പെട്ടെന്ന് എടുത്തേ പറ്റൂ, അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വണ്ടി എടുക്കണം, വണ്ടി എടുത്തില്ലെങ്കിൽ ഞാൻ തീരുമാനാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കിയിട്ടാ പോയത്. അപ്പൊ ആ സമയത്ത് ഞാൻ നാച്ചുറൽ എന്താ ചെയ്യുക, ഇതുവരെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ആ സമയത്ത് വീഡിയോ ഓൺ ചെയ്തു, അങ്ങോട്ടേക്ക് ഒരു കാര്യത്തിനോ സംസാരത്തിനോ പോവാതെ വീഡിയോ ഓൺ ചെയ്തു, വീഡിയോ ഇതാക്കി. അതിനിടയിൽ ആ ഒരു കൊച്ചുകുട്ടി ഉണ്ടല്ലോ നമ്മ അന്ന് പറഞ്ഞത്, മിക്കവാറും ആ കുട്ടിക്ക് എന്തായാലും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇത്ര ചെറുപ്പത്തിലേ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ടെൻഷനുള്ള കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ആ കുട്ടി അതിന്റെ ഇടയിൽ വന്നു, വാതിലടിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. പ്രായത്തിന്റെ പക്വത കുറവായിരിക്കാം, ഒന്നും അറിയാതെ ഇവരെന്താണോ ഇത്ര പ്രായത്തിന്റെ വ്യത്യാസത്തിൽ ഇവരെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടിട്ടാണ് ആ കുട്ടി വരെ മുന്നോട്ട് പോകുന്നുള്ളത്. സങ്കടമാണ്. എന്തെന്ന് പറഞ്ഞാൽ എനിക്കും 2 മക്കളുള്ളതാ. ആ സമയത്ത് ഇങ്ങനെ ഒരു കുട്ടി ഈ ഒരു തരത്തിൽ മാറാന്ന് പറയുന്നത് വല്ലാത്ത നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എനിവേ എന്തായാലും ഞാൻ ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നുള്ളത് ഇവിടെ താമസിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് അറിയില്ല, അതിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളിലും ആ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു കുട്ടിയുടെ കാര്യം ഇവിടെ ശ്രീജ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ആ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആ കുട്ടിയുടെ ഭാഗത്തൊന്നും അത്ര നല്ല പെരുമാറ്റമല്ല കണ്ടത്. പക്ഷെ ആ കുട്ടി ആരായാലും അവരെ ഞാൻ കുറ്റം പറയില്ല.
അവന്റെ മാതാപിതാക്കളെ മാത്രമേ അവിടെ കുറ്റപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ആ ചെറിയ കുട്ടിയെ കൊണ്ടുവന്ന് ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശമാണത്. എന്നാലും എന്തൊക്കെയാണല്ലേ ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത്. മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇന്നോ നാളെയോ ഒന്നും അറിയാത്തൊരു ജീവിതമാണ്. ഏത് നിമിഷമാണെങ്കിലും കാറ്റുപോകാം. എന്നാലും നിസാര കാര്യങ്ങൾക്ക് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ദേഷ്യവും വൈരാഗ്യവും പകയും ഒക്കെ വെച്ച് അങ്ങനെ ജീവിച്ചു തീർക്കും. തീർത്താ തീരത്ത പകയുമായി ജീവിക്കുന്ന സഹോദരങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ആയിരിക്കും. എന്നിട്ട് മരിക്കുന്നത് വരെ രണ്ടുപേരും കണ്ടാൻ വിട്ടൂല. എന്നിട്ട് അവസാനം ഒരാൾ മരിച്ചു കഴിഞ്ഞാണെങ്കിൽ മറ്റേ ആൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ കരയും. പണ്ടേ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാമായിരുന്നു എന്നും പറഞ്ഞ് സ്വയം പഴിക്കും. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീജയുടെ പ്രശ്നവുമായി യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ശ്രീജ അതിന് ശേഷം തന്നെ ഭർത്താവായിട്ടുള്ള സുനിലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതും കൂടി കേട്ട ശേഷം നിർത്താം. ചില ചോദ്യങ്ങൾ. സുനിലിന്റെ വാക്കുകൾ മാത്രം കേട്ട് എന്നെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുകയും സുനിൽ പാവമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലരോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സുനിലിന്റെ പേരിൽ ഞാൻ ഇത്രയും വർഷം സമ്പാദിക്കുകയും സ്വത്തുക്കളും സാമ്പത്തിക സുരക്ഷയും ഉണ്ടാക്കാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ തന്നെ എൻ്റെ ജീവിതം ഇത്രയും ബുദ്ധിമുട്ടിലാക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, സുനിൽ ഇത്രയും സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ തൻ്റെ 2 പൊന്നു പോലെയുള്ള മക്കളെ, ഒരാൾ 16 വയസ്സും മറ്റൊരാൾ 9 വയസ്സും, സ്വന്തമായി കൂടെ നിർത്താനോ അവരുടെ ജീവിതത്തിനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന എൻ്റെ മക്കൾ ഇന്ന് പലതും ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നോടൊപ്പം ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അച്ഛനൊപ്പം പോകാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വന്തം മനസ്സിലെ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നാലാമത്തെ ചോദ്യം, ഇതുവരെ ഒരു പാർട്ടി പ്രവർത്തനത്തിലോ ക്ലബ് പ്രവർത്തനത്തിലോ പൊതുപ്രവർത്തനത്തിലോ സജീവമായി ഇടപെടാതെ മാറി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയധികം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് രാഷ്ട്രീയ പിന്തുണയും ഇടപെടലും നേടാൻ ശ്രമിച്ചതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇതുവരെ സജീവമല്ലാതിരുന്ന ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ആളുകൾ മുന്നിൽ വരുന്നതും ഇത്രയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ്? സുനിൽ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി നയത്തിൽ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എവിടെയായിരുന്നു? അതിലും പ്രധാനമായി ഈ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇരുവശത്തെയും കേട്ടിട്ടുണ്ടോ? കുട്ടികളുടെ അവസ്ഥയും അവരുടെ അഭിപ്രായവും ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അടിസ്ഥാന സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ ഒരാളുടെ മാത്രം വാക്കുകേട്ട് ഒരു കുടുംബ പ്രശ്നത്തിൽ രാഷ്ട്രീയമായി ഇടപെടുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം, ഞാൻ ശരിക്കും ഇത്രയും മോശപ്പെട്ട ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം മക്കൾ പോലും എന്നെ വിട്ടുപോകാൻ തയ്യാറാകാത്തത്? എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു വശത്തിന്റെ മാത്രം കഥ കേൾക്കാതെ എൻ്റെ മക്കളുടെ മനസ്സും അവരുടെ അനുഭവങ്ങളും കൂടി കേൾക്കണം. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, സത്യം അറിയപ്പെടണം. കാരണം വർഷങ്ങളായി മിണ്ടാതിരുന്ന ഒരാളുടെ നിശബ്ദതയെ ദൗർബല്യമായി കാണരുത്. ഒരു അമ്മയുടെ സഹനത്തിനും ഒരു പരിധിയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ശ്രീജയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവർക്ക് അർഹിച്ച നീതി കിട്ടട്ടെ, സത്യം വിജയിക്കട്ടെ. ഇനി ഭർത്താവായിട്ടുള്ള സുനിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾ തുറന്നു പറയട്ടെ, അതും നമുക്ക് കേൾക്കാം. എന്തായാലും ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റക്കേസാക്കാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.